പാടി വീട്ടുകാരെയെല്ലാം വശത്താക്കി. പക്ഷെ എനിക്ക് നിന്നെ സംശയമാണ്. എനിക്ക് ആ താമരപ്പൂ പറിച്ചതാ ചേച്ചി. അയ്യോ, അത് പുഴയുടെ നടുക്കല്ലേ. എനിക്ക് വേണം. ഇങ്ങനൊരു വാശിക്കാരി. ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നേ? അയ്യോ വിനോദേ, വിനോദേ, വിനോദേ! അയ്യോ ഞാൻ കണ്ടു മോനെ കണ്ടു. Get back ഒക്കെ പിന്നെ ഞാൻ കണ്ടു. എന്ത് കണ്ടു? അയ്യോ ഇവിടെ നിന്നതും പ്രേതം വന്നതും പ്രേതം. വല്യമ്മ എന്തായി പറയുന്നത്? അമ്മുവിനെ നോക്കാൻ വന്ന പെണ്ണില്ലേ, അവളെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പോ അത് ഉറപ്പായി, അവളും പ്രേതമാ. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എനിക്കും കുറെ ദിവസമായി ഞാൻ സഹിക്കുന്നു. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. അയ്യോ നിന്നെ എങ്ങനെ ഞാനത് പറഞ്ഞു വിശ്വസിപ്പിക്കും? എടാ മോനെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവള് വെള്ളത്തിന്റെ മേളിൽ കൂടി നടന്ന് താമരപ്പൂ പറിച്ചു. നിലം തൊടാ നടക്കുന്ന യക്ഷികളല്ലേ, അവള് യക്ഷിയാ യക്ഷി. എന്നെ ഇതെന്താ ആകെ നനഞ്ഞിരിക്കുന്നത്? താമരപ്പൂ വേണമെന്ന് മോള് വാശി പിടിച്ചു. കുറച്ച് വെള്ളേ ഉള്ളൂ, ചേച്ചി ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങി. നല്ല ആഴം ഉണ്ടായിരുന്നു. തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവൾക്ക് കാലില്ല, യക്ഷിയാണ് യക്ഷി. അത് പിന്നെ കാലല്ലാതെ കൈയാണോ? പെമ്പിള്ളാരുടെ പാവാട പൊക്കി നോക്കുന്നു. മേലാൽ ഈ വക പ്രാന്തം പറഞ്ഞവിടെ നടന്ന ചങ്ങലെ പൂട്ടിയിടും ഞാൻ. അയ്യോ ഞാൻ എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനാ? ഇവിടെ നക്ഷത്ര ചിഹ്നം കാണുന്നില്ല. ഇനി വള്ളിയങ്കാട്ട് തിരുമേനി പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രത്തിന്റെ കാര്യമാണോ? വായടക്കടാ മണ്ട. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ശുഭാപ്തി വിശ്വാസം വേണവടാ. നക്ഷത്രം അത് പട്ടിക്കാഷ്ടമാടാ. എന്താ എന്താ മാറാല മാലാറ അങ്ങോട്ട് കുഴിക്കടാ.
പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ തമ്പുരാക്കന്മാര് എത്ര നേരമെന്ന് വെച്ചാ ഇങ്ങനെ കരഞ്ഞോണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് മാറ്റിപ്പിടി. കൊച്ചു തമ്പുരാൻ കര, വലിയ തമ്പുരാൻ ചിരി, ഇല്ലെങ്കിൽ മരുന്നൊക്കെ കുടി. അയ്യോ 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 തമ്പുരാന്മാർക്ക് കൈതരിപ്പുണ്ടെങ്കിൽ കേൾക്കായി നെഞ്ചുവിരിവുണ്ടാവൂ. തമ്പുരാട്ടിമാരുണ്ടോ ഈ അല്പപ്രാണിയായ എല്ലാം വിട്ടാനോ? ഈ കൊട്ടാരം സൂപ്രണ്ട് പണി ഇങ്ങനെ തുടർന്ന യവന്മാരെന്നെ ചവിട്ടിക്കൊന്ന് കായലിൽ താക്കും.